ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. എഡ്യൂസ് അക്കാഡമിയുടെ GK ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വ്യത്യസ്തമാർന്ന GK ടോപ്പിക്സ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആസ്ട്രോണമി. ആസ്ട്രോണമിയിൽ നമ്മൾ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ എൻഡ് പാർട്ടിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് വന്നിരിക്കും. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ISRO ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. സോ എങ്ങനെയാണ് അതിന്റെ ഡെവലപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷൻ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷന്റെ സ്റ്റാർട്ടിങ് ഇൻകോസ്പാർ എന്ന പേരിലായിരുന്നു. ഇൻകോസ്പാർ എല്ലാവരും പ്രത്യേകം ഓർത്തിരിക്കുക. ഇൻകോസ്പാർ ഫുൾ ഫോം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഓഫ് സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നായിരുന്നു എന്ത് ഇൻകോസ്പാറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1962 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. 1962 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. സോ ഇൻകോസ്പാർ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ആ ഒരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമാണ് ആ കമ്മിറ്റി ഫോം ചെയ്തത്. സോ ഈ പറയുന്ന പോലെ തന്നെ ഈ കമ്മിറ്റിയാണ് പിന്നീട് ഇന്ത്യയുടെ സ്പേസ് റിസർച്ചിങ് ഏജൻസി ആയിട്ട് മാറിയത്. ദാറ്റ് ഇസ് ISRO. ISRO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1969 ഓഗസ്റ്റ് 15 വളരെ എളുപ്പത്തിൽ പഠിക്കാം. ISRO എസ്റ്റാബ്ലിഷ്ഡ് ആയ വർഷം 1969 ഓഗസ്റ്റ് 15. ഇപ്പൊ നിങ്ങൾക്കറിയാം, ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം കൂടിയാണ് 1969. സോ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ നിങ്ങൾക്കറിയാം, നീൽ ആംസ്ട്രോങ് നാസയുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ISROയുടെ ആ ഒരു സ്പെസിഫിക്കേഷൻ പ്രത്യേകം പിടിച്ചു പറ്റുന്ന. ISROയുടെ സ്പെസിഫിക്കേഷൻ മാത്രമല്ല, ലോകത്തിന്റെ സ്പെസിഫിക്കേഷൻ പിടിച്ചു പറ്റുന്നത് അല്ലെ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു വരുന്നത്, നീൽ ആംസ്ട്രോങ് ISRO ഇൻസ്പയർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം ഇല്ലേ. അപ്പോ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയത് കണ്ടപ്പോ നമ്മുടെ സ്പേസ് റിസർച്ച് ഏജൻസിക്ക് ഒരു സ്ഥാപനമായിട്ട് നിലവിൽ വരാനും ആ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1969 ഓഗസ്റ്റ് 15 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISRO നിലവിൽ വന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴയ പേര് ഇൻകോസ്പാർ, ഫുൾ ഫോം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ISRO എന്ന് പറയുന്നത് അന്തരീക്ഷ് ഭവനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ISRO എന്ന് പറയുന്നത് എന്താ? അന്തരീക്ഷ് ഭവനാണ്. പ്രത്യേകം മനസ്സിലാക്കുക. എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ ആണ്. ഓക്കെ അല്ലെ, ബംഗളൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ബാംഗ്ലൂരിന്റെ ഇപ്പോഴത്തെ പേരാണ് ബംഗളൂരു. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും സ്പേസ് കമ്മീഷനും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 1972. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISRO എന്ന് പറയുന്ന സ്പേസ് ഏജൻസി വന്നത് 69 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്പേസ് കമ്മീഷനും നിലവിൽ വന്നത് 1972. നിലവിൽ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് S സോമനാഥ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓർത്തിരിക്കുക ഒരിക്കൽ കൂടി. നിലവിലെ ചെയർമാൻ ആസ് ഓൺ ഓഗസ്റ്റ് 2024 2024 ഓഗസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, സോമനാഥ് S സോമനാഥ് ആണ് ISROയുടെ ചെയർമാൻ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ISROയുടെ പഴയ പേര് ഇൻകോസ്പാർ. ISRO ഈ പറയുന്ന പോലെ തന്നെ ഓർത്തിരിക്കുക. ഇൻകോസ്പാർ എന്ന പേരിൽ ആദ്യം നിലവിൽ വരുന്നത് 1962. അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ ISRO എന്ന പേരിലേക്ക് വരുന്നത് 69. ശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും അതുപോലെ തന്നെ സ്പേസ് കമ്മീഷൻ നിലവിൽ വന്നത് 72 അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S സോമനാഥ്. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, മറന്നു പോരുത്. ഓക്കെ അല്ലെ. യെസ്, ISRO was brought under the control of Department of Space in September 1972. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് പ്രത്യേകം ഓർത്തിരിക്കുക 1972. തീർച്ചയായിട്ടും മറന്നു പോരുത്. സോ ആ ഡിപ്പാർട്ട്മെന്റിന് കീഴിലേക്ക് ISRO കൊണ്ടുവരുന്നത് 1972 തന്നെയാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ദ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ ഇസ് TERS. നമ്മുടെ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന്റെ ഷോർട്ട് ഫോം ആണ് TERS. ഫുൾ ഫോം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. സിവിൽ സർവീസ് പരീക്ഷയുടെ ഇന്റർവ്യൂവിന് പോലും ചോദിച്ചിട്ടുള്ള ഒരു ഫുൾ ഫോം ആണിത്. തീർച്ചയായും അത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. 1962 തന്നെയാണ് TERS നിലവിൽ വരുന്നത്. തുമ്പ TERS നിലവിൽ വരുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇൻകോസ്പാർ എന്ന പേരിൽ ISRO ആദ്യമേ നിലവിൽ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1962 പറഞ്ഞു അല്ലെ. 1962. സോ റോക്കറ്റ് വിക്ഷേപിക്കുക എന്നുള്ളതാണല്ലോ ISROയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന് അല്ലെ. സ്പേസ് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കണം. അപ്പൊ അതിനുവേണ്ടി തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് തന്നെയായിരിക്കും വന്നിരിക്കുക.
62 തന്നെയാണ്. അപ്പൊ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1962. എന്താണ് ഈ പേരിന്റെ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേറ്ററിന് അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഇത് ടേൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ദെൻ ദ റീസെന്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ISRO is PSLV C42. റീസെന്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ ISRO ത്രൂ ഏത് റോക്കറ്റ് എന്നാണ് ചോദിക്കുന്നത്. അത് PSLV C42 ബേസ്ഡ് ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. PSLV C42 വളരെ അടുത്ത കാലത്തായിട്ട് ചെയ്തതാണ് കേട്ടോ. യെസ്. ഇനി PSLV C42 ഈ പറയുന്ന പോലെ റീജനറേറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റീജനറേറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിച്ചതാണ്. ഓക്കെ അല്ലെ? യെസ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എന്താണ് ഏജൻസി അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. VSSC. ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ ISRO കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ISROയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആകെ 3 വർഷങ്ങളെ പ്രധാനമായിട്ടും ഡീൽ ചെയ്തുള്ളൂ. 3 വർഷങ്ങൾ 62, 69, 72 ഇല്ലേ? 62, 69, 72 3 വർഷങ്ങൾ ഓർത്തിരുന്നാൽ മതി ISROയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും. ഓക്കെ അല്ലെ? ദെൻ വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. VSSC വളരെ ഇമ്പോർട്ടന്റ് ആണ്. VSSC എന്ന് പറയുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. വൺ ഓഫ് ദ ലീഡിംഗ് സെന്റേഴ്സ് ഓഫ് ISRO അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഇൻ ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വിക്ഷേപണങ്ങളുമായി ബന്ധപ്പെട്ട റിസർച്ച് നടക്കുന്ന സ്ഥാപനം തന്നെയാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. VSSC എന്ന് പറയുന്നത് എന്താണ്, ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിക്രം സാരാഭായുടെ പേരിലാണ് ഇത് ഡീൽ ചെയ്യപ്പെടുന്നത്. ആരാണ് വിക്രം സാരാഭായ് എന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. നിങ്ങൾ അറിയുക, APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ലെജൻഡ് തന്റെ ഗുരുവായിട്ട് കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പേരുടെ പേരുകൾ അദ്ദേഹം അടിക്കടി പറയാറുണ്ട്. സ്പേസ് രംഗത്ത്, അദ്ദേഹം ടീച്ചേഴ്സിന്റെ കാര്യമല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്പേസ് രംഗത്ത് അദ്ദേഹത്തിന്റെ അധികായരെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിരുന്ന 2 പേരുകൾ, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്ന 2 പേരുകൾ, ഒന്ന് വിക്രം സാരാഭായ്, മറ്റൊന്ന് സതീഷ് ധവാൻ. ക്ലിയർ ആണ്. 2 പേരുടെയും പേരുകൾ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട് അല്ലെ? യെസ്, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും അല്ല, ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന നേതൃത്വം നൽകിയ 2 പേരാണ് വിക്രം സാരാഭായും സതീഷ് ധവാനും. ക്ലിയർ ആണ്. സോ ഡോക്ടർ വിക്രം സാരാഭായ് എന്ന് പറയുന്ന ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സെന്ററാണ് VSSC. ആദ്യത്തെ ചെയർമാനും ISROയുടെ ആദ്യത്തെ ചെയർമാനും ആര് തന്നെയായിരുന്നു? വിക്രം സാരാഭായ് തന്നെയായിരുന്നു. ഓർത്തിരിക്കുക. എന്നാ ഫോം ചെയ്ത ISRO? 1969 അല്ലെ? പഴയ പേര് ഇൻകോസ്പാർ എന്ന ഫോം ചെയ്ത് 1962. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു 1962 അല്ലെ? യെസ്, ഗുഡ്. സോ ദ ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. അത് കണ്ടെത്തിയതും വിക്രം സാരാഭായ് ആണ്. പ്രത്യേകം ഓർത്തിരിക്കുക. സ്പേസ് സയൻസസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. PRL, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അത് കണ്ടെത്തിയതും ആര് തന്നെ? വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ എന്നാണ് ചിലപ്പോൾ ചോദിക്കാം. August 12 ആരുടെ ബർത്ത്ഡേ? വിക്രം സാരാഭായുടെ ബർത്ത്ഡേ ആണ്. ക്ലിയർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. വിക്രം സാരാഭായ് എന്ന ലെജൻഡിന്റെ ബർത്ത്ഡേ August 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു സതീഷ് ധവാൻ എന്നൊരു പേര് ഇല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. സതീഷ് ധവാൻ എന്നൊരു പേര് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു നിങ്ങളോട്. APJ അബ്ദുൽ കലാം അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുവായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സെന്ററിൽ നിന്നാണ്, സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന കൂട്ടുകാരെ പ്രത്യേകം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഒരേ ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് ഇത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലൂടി ഇന്ത്യയുടെ ഒരേ ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് ഇത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീഹരിക്കോട്ടയാണ്, ആന്ധ്രാപ്രദേശ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ടയെ എപ്പോഴും വിളിക്കുന്നത് ശ്രീഹരിക്കോട്ട അഥവാ ഷാർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീഹരിക്കോട്ടയെ ഷാർ എന്ന് ചുരുക്കി വിളിക്കാറുണ്ട്. ശ്രീഹരിക്കോട്ട. ഓക്കെ അല്ലെ? യെസ്. സോ ഈ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പുലിക്കെട്ട് തടാകത്തിലാണ്. കാരണം ശ്രീഹരിക്കോട്ട ഒരു ദ്വീപ് കൂടിയാണ്, നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പൊ നമ്മളൊരു വിക്ഷേപണ പരീക്ഷണം നടത്തുകയാണ്, അത് തീർച്ചയായിട്ടും ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫെയിൽ ആകാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ കരയിൽ വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മനുഷ്യവാസമുള്ള സ്ഥലത്തായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത്,
അങ്ങനെയുള്ള സ്പേസ് കണ്ടെത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആണ്. ഇക്വേറ്ററിനോട് അടുത്ത സ്പേസിൽ അത് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ മരുഭൂമിയിൽ കൊണ്ടുവച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ന്യൂക്ലിയർ വിക്ഷേപണമോ ബോംബ് പരീക്ഷണമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മരുഭൂമി കൊണ്ട് ചെയ്യാം. എന്നാൽ ഈ പറയുന്ന പോലെ ബഹിരാകാശത്തേക്ക് എന്തെങ്കിലും ഒന്ന് വിക്ഷേപിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഓർബിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഇക്വേറ്ററിനോട് അടുത്ത് നിന്ന് ചെയ്യുന്നതാണ്. കാര്യം ഇക്വേറ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്പേസിലേക്ക് കാര്യങ്ങൾ വിക്ഷേപിക്കാൻ കഴിയും. അതിന്റെ സയൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ പ്രത്യേകം ഓർത്തിരുന്നേ. അപ്പൊ അങ്ങനെ ഒരു റോക്കറ്റ് വിക്ഷേപണമോ സാറ്റലൈറ്റിന്റെ പരീക്ഷണമോ ഒക്കെ റോക്കറ്റിലൂടെ ചെയ്യുമ്പോഴോ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, മനുഷ്യവാസത്തിനോട് അടുത്തുള്ള സ്ഥലത്ത് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പോ അത് തന്നെ കരയിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ, ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അത് വലിയ തോതിലുള്ള എന്തുണ്ടാവും, നഷ്ടങ്ങൾ വരുത്തി വയ്ക്കും. ഒരുപാട് പേരുടെ ജീവന് ഹാനികരമായിട്ട് അതൊക്കെ മാറും. അതുകൊണ്ട് തന്നെ മനുഷ്യവാസത്തോട് അടുത്തുള്ള എന്നാൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ പറയുന്ന തടാകങ്ങൾക്ക് നടുവിൽ വെച്ചത് ഡീൽ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇത് ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന ദ്വീപ് കണ്ടെത്തി പുലിക്കെട്ട് തടാകത്തിനകത്തുള്ള ഈ പറയുന്ന ശ്രീഹരിക്കോട്ട ദ്വീപിനകത്ത് വെച്ച് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ തന്നെ സാറ്റലൈറ്റ്സ് വിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ റോക്കറ്റ്സ് വിക്ഷേപിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ശ്രീഹരിക്കോട്ട ഒരു ദ്വീപാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നാൽ ട്രൂ എടുത്തോളാം. ഓക്കെ അല്ലെ? അത് ഏത് തടാകത്തിലെ ദ്വീപ? പുലിക്കെട്ട് തടാകം. അപ്പൊ നിങ്ങൾ അറിയുക, സതീഷ് ധവാൻ പുലിയായിരുന്നു അല്ലെ? സതീഷ് ധവാൻ പുലിയായിരുന്നു. അതുപോലെ തന്നെ സാറ്റലൈറ്റും റോക്കറ്റും ഒക്കെ വിക്ഷേപിക്കുന്നവരും എന്താണ്, പുലികളാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഏത് തടാകം? പുലിക്കെട്ട് തടാകം. ഓക്കെ അല്ലെ? യെസ്, ഗുഡ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ നിലവിൽ വന്നത് 1971 അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. 1971 നിലവിൽ വന്ന ഈ പറയുന്ന എന്താണ് സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷന്റെ പേര് സതീഷ് ധവാൻ എന്ന് കൊടുക്കുന്നത് 5-ാം തീയതിയാണ്, സെപ്റ്റംബർ 5-ാം തീയതി 2002 സെപ്റ്റംബർ 5-നാണ് ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ നിലയം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രീഹരിക്കോട്ട എന്ത് പേരിലേക്ക് മാറ്റുന്നത്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിലേക്ക് മാറ്റുന്നത് 2002 സെപ്റ്റംബർ 5. നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്ന സ്ഥലവും ഈ പറയുന്ന പോലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. നിങ്ങൾക്കറിയാം നാസയുടെ പ്രധാനപ്പെട്ട ബഹിരാകാശ വിക്ഷേപണമെല്ലാം നടക്കുന്നത് കേപ്പ് കെന്നഡിയിൽ വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ്. ആ കേപ്പ് കെന്നഡി ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് സ്ഥലം? യെസ്, ശ്രീഹരിക്കോട്ട. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ അല്ലെ? സോ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട അറിയപ്പെടുന്ന മറ്റൊരു വിളിപ്പേരാണ് കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ സ്പേസ് പോർട്ട് എന്നറിയപ്പെടുന്നത് എന്ത് തന്നെ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. അതുപോലെ തന്നെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ് അടുത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. സോ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. മറന്നുപോരുത്, എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓക്കെ അല്ലെ? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. Yes, National Remote Sensing Center was converted to a fully governmental organization under ISRO on September 2008. September 1st, 2008. പ്രത്യേകം ഓർത്തിരിക്കുക, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ പണ്ടൊരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. പൂർണ്ണമായിട്ടും അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിട്ട് ISROയുടെ കീഴിലേക്ക് കൊണ്ടുവന്നത് 2008 സെപ്റ്റംബർ 1-ാം തീയതിയാണ്. ഓക്കെ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ പേര് എന്തായി മാറി? ഇപ്പോ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, ഞാൻ നേരത്തെ പറഞ്ഞത് ഏജൻസിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതെന്തായി മാറി? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ മാറി. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ISROയുടെ കീഴിലായി. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? ഹൈദരാബാദ്. ഓക്കെ അല്ലെ? യെസ്. അടുത്തത് ആൻട്രിക്സ് കോർപ്പറേഷനെ കുറിച്ചാണ് നമ്മുടെ സംസാരം. ആൻട്രിക്സ് കോർപ്പറേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, എന്താണ് ISROയുമായി ബന്ധപ്പെട്ട് ആൻട്രിക്സ് കോർപ്പറേഷന്റെ സവിശേഷത നമുക്കൊന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻട്രിക്സ് കോർപ്പറേഷൻ ആണ് ISROയുടെ കൊമേഴ്ഷ്യൽ വിങ് എന്നറിയപ്പെടുന്നത്. ISROയുടെ കൊമേഴ്ഷ്യൽ വിങ് എന്നറിയപ്പെടുന്നത് ഏതാ? ആൻട്രിക്സ് കോർപ്പറേഷൻ ആണ്, മറന്നുപോരുത്. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വിദേശ രാജ്യത്തിന് ഈ പറയുന്ന പോലെ ISROയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം തന്നെ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഈ പറയുന്ന പോലെ തന്നെ ISROയുമായി ചേർന്ന് എന്തെങ്കിലും ഒരു പ്രോജക്ട് ചെയ്യണമെങ്കിൽ അവർ സമീപിക്കുന്നത് ആൻട്രിക്സ് കോർപ്പറേഷനെ ആയിരിക്കും. ക്ലിയർ ആണ്? ആൻട്രിക്സ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1992 സെപ്റ്റംബർ 28. 1992 സെപ്റ്റംബർ 28-നാണ് എന്ത് നിലവിൽ വരുന്നത്? ആൻട്രിക്സ് കോർപ്പറേഷൻ നിലവിൽ വരുന്നത്. അത് ISROയുടെ എന്ത് വിങ് ആണ്? കൊമേഴ്ഷ്യൽ വിങ് ആണ്. നിങ്ങൾ തിരിച്ചറിയുക. ക്ലിയർ ആണ്? സോ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ആൻട്രിക്സ് കോർപ്പറേഷൻ ഇവിടെ തന്നെ ബംഗളൂരു തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്നാ പറഞ്ഞ? അന്തരീക്ഷ് ഭവൻ ബംഗളൂരു. അന്തരീക്ഷ് ഭവൻ ബംഗളൂരു ആണ് എന്ത്? ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നേരത്തെ പറഞ്ഞു. സോ ആൻട്രിക്സ് കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ തന്നെ? ബംഗളൂരുവിലാണ്.
So the organization working under ISRO providing space products and services to international customers worldwide. So പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനാണ് എന്ത് ഇവര് സർവീസുകൾ നൽകുന്നത്. അപ്പൊ ISROയുടെ സ്പേസ് പ്രോഡക്റ്റുകളായിരുന്നാലും ശരി, ISROയുടെ സർവീസുകളായിരുന്നാലും ശരി, പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങൾക്ക് അവർക്ക് ഡീൽ ചെയ്ത് നൽകുന്നത് ISROയുടെ ഏത് വിങ്ങാണ്? അത് അവരുടെ കൊമേഴ്ഷ്യൽ വിങ്ങാണ്. അവരുടെ കൊമേഴ്ഷ്യൽ വിങ് അറിയപ്പെടുന്ന പേര് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ ചെറിയ ചില വിക്ഷേപണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ചെറിയ ചില വിക്ഷേപണങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. വളരെ ചെറിയ രീതിയിലുള്ള ഫാക്ടുകൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ. വളരെ വലിയ കാര്യങ്ങളാണ് നമ്മൾ ISROയുടെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്ത്. സോ അവയൊന്നും നിസ്സാരവൽക്കരിക്കല്ല, പെട്ടെന്ന് നമ്മൾ ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ശരി, ദി ഫസ്റ്റ് സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച്ഡ് ഫ്രം തുമ്പ ഈസ് കോൾഡ് നൈക് അപ്പാച്ചെ. ചില നിക്കി അപ്പാച്ചെ എന്ന് പറയാറുണ്ട്, നൈക് അപ്പാച്ചെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സോ 1963 നവംബർ 21 ഇത് വിക്ഷേപിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചത്, ടേൾസ് എപ്പോഴാ വന്നേ? 1962. ടേൾസ് വന്നത് 62-ലാണെങ്കിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് 63-ലാണ്. ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് എന്ന് പറയുന്നത് നൈക് അപ്പാച്ചെ എന്നാണ്. 63-ലാണ് ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത്. ഡേറ്റ് നവംബർ 21. So the rocket launched from Tumba on 50th anniversary of the first successful launch of a sounding rocket was RH-200. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. RH-200 എന്ന് പറയുന്ന റോക്കറ്റ് ആണ് 50ാം വാർഷികം പ്രമാണിച്ച് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത്. ആദ്യത്തെ വിക്ഷേപണത്തിന്റെ 50ാം വാർഷികത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക, വിക്ഷേപിച്ച റോക്കറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RH-200 ആണ്. 2013. ക്ലിയർ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏത് തന്നെ എടുത്താലും, അത് UPSC ആണെങ്കിലും ശരി, റെയിൽവേസിന്റെ എക്സാം ആണെങ്കിലും ശരി, SSCയുടെ ആണെങ്കിലും ശരി, ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് PSCകളുടെ ഒക്കെ ആണെങ്കിലും ശരി, ഇപ്പോ ക്വസ്റ്റ്യൻസ് വളരെയധികം കണ്ടുവരുന്ന ഒരു മേഖലയാണ് ആനിവേഴ്സറീസ് എന്ന് പറയുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിച്ച്, ആനിവേഴ്സറീസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്ന 25th ആനിവേഴ്സറി, 5th ആനിവേഴ്സറി, 10th ആനിവേഴ്സറി, 100th ആനിവേഴ്സറി ഒക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച്, ISROയുടെ 50ാം വാർഷികം 2019 നടന്നു. ഇപ്പൊ നമ്മൾ 2024 എത്തി നിൽക്കുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ വരാം, ഈ വിക്ഷേപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. സോ ക്വസ്റ്റ്യൻസ് പ്രത്യേകം എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, യെസ്. സോ ചില പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ പറയുന്നു, ISROയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ചില പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ പറയുകയാണ്. സോ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എന്ന് പറയുന്നത് LPSC, ബംഗളൂരു, മഹേന്ദ്രഗിരി, തിരുവനന്തപുരം. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കുക. ബംഗളൂരു, മഹേന്ദ്രഗിരി ആൻഡ് തിരുവനന്തപുരം. LPSC, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ജസ്റ്റ് പെട്ടെന്ന് പറയുകയാണ്, 3 തരത്തിലാണ് റോക്കറ്റിൽ ഫ്യൂവൽ ഉള്ളത്. 3 തരത്തിലാണ് ഫ്യൂവൽ. ഇപ്പൊ നമ്മൾ വാഹനങ്ങളിൽ ഫ്യൂവൽ ഉണ്ടല്ലോ, അത് ലിക്വിഡ് ആണ് അല്ലെ, അറിയാലോ. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ് ആണ്. ഇപ്പോ നിങ്ങൾക്കറിയാം, ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിക് ബാറ്ററി എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സോ 3 തരത്തിലാണ് റോക്കറ്റിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം പറയുന്നത്: സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ആൻഡ് ഗ്യാഷ്യസ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ക്ലിയർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന പോലെ തന്നെ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ആണ്. സോ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ 3 ഇടങ്ങളിലായിട്ടുണ്ട്: ബംഗളൂരു, മഹേന്ദ്രഗിരി ആൻഡ് തിരുവനന്തപുരം. ദെൻ ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബംഗളൂരു ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ് സ്ഥിതി ചെയ്യുന്നത്, ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു തന്നെയാണ്. ISROയുടെ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് മഹേന്ദ്രഗിരിയാണ് അഗൈൻ. അതുപോലെ ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ISTRAC എന്ന് പറയുന്നത് ബംഗളൂരു ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പോയിന്റ് ആണ്, മറന്നുപോരുത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാവും, മെജോറിറ്റി കാര്യങ്ങളും ബംഗളൂരുവിൽ തന്നെയാണ്. എക്സ്ട്രാ വരുന്ന ചില സ്ഥലങ്ങളിൽ ഒന്ന് ഡെറാഡൂൺ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം പറഞ്ഞു, അതുപോലെ മഹേന്ദ്രഗിരി പറഞ്ഞു അല്ലെ. അപ്പൊ അത് മാത്രം അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യാൻ പഠിച്ച്, പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എക്സ്ട്രാ വരുന്നത് മാത്രം എന്ത് ചെയ്യുക, മറ്റു സ്ഥലങ്ങളെന്ന് പഠിച്ചാൽ പോരെ. യെസ്. അപ്പൊ മെജോറിറ്റി ഏരിയകളും ബംഗളൂരിൽ തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇപ്പൊ ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണെന്ന് നിങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കി, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ആണ്, അതുപോലെ ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിന്റെ അവിടെയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അവിടെയാണ്, ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിന്റെ അഥവാ ISTRACിന്റെതും എവിടെ തന്നെയാണ്? യെസ്, ബംഗളൂരു തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഇന്ത്യയുടെ ചില സ്പേസ് പ്രോഗ്രാംസ് നമ്മളൊന്ന് ഡീൽ ചെയ്യാൻ പോവാണ്. Yes, the first satellite of India is Aryabhatta. 19th April 1975 വിക്ഷേപിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത കൊല്ലം 2025 എത്തുമ്പോൾ 50th ആനിവേഴ്സറി ആയിരിക്കും ആര്യഭട്ടയുടെ. മാക്സിമം ഡാറ്റ ചോദിക്കാം. ആര്യഭട്ട
launched from Volgograd, Russia. പ്രത്യേകം ഓർത്തിരിക്കുക, വോൾഗോഗ്രാഡ് റഷ്യ, റഷ്യയിൽ നിന്നാണ് നമ്മളിത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ് എന്ന് പറയുന്ന ആര്യഭട്ടയാണ്. 19th April 1975 ഇത് വിക്ഷേപിക്കുന്നത്. ആര്യഭട്ട എവിടെ വെച്ചാണ് ലോഞ്ച് ചെയ്തെന്ന് ചോദിച്ചാൽ വോൾഗോഗ്രാഡ്, റഷ്യ. ഇല്ലേ? ആര്യഭട്ടയുടെ വെയിറ്റ് 360 കിലോഗ്രാം ആണ്. ഓക്കെ അല്ലെ? ഇനി ദ സെക്കൻഡ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഭാസ്കര. അപ്പൊ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്തേ. നമ്മള് എ കഴിഞ്ഞ് ബി, ഓക്കെ അല്ലെ? അപ്പൊ ആദ്യത്തെ സാറ്റലൈറ്റ് എയിൽ ഡീൽ ചെയ്യുന്നു, രണ്ടാമത്തെ സാറ്റലൈറ്റ് ബിയിൽ ഡീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എ ആര്യഭട്ട, 2 ബി ഭാസ്കര. ഭാസ്കര 1 ആണ്. ഓക്കെ അല്ലെ? സോറി, ഭാസ്കരയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, 1979. സോ ദ ഫസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യത്തെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഭാസ്കര 1 ആയിരുന്നു. ദ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ബിൽറ്റ് ഇൻ ഇന്ത്യ ഈസ് ഓൾസോ ഭാസ്കര 1. ദ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്, വിദൂര എന്താണ് സന്ദേശവാഹകർ അല്ലെങ്കിൽ വിദൂര തരത്തിലുള്ള റിസർച്ചുകൾ നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റിൽ ആദ്യത്തെ എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ആയിരുന്നു ഭാസ്കര 1. ഭാസ്കര 1 എവിടെ തന്നെയാണ് വിക്ഷേപിച്ചത്? വോൾഗോഗ്രാഡ്, റഷ്യ. അപ്പൊ നമുക്ക് പുതിയൊരു സ്ഥലം കൂടെ കിട്ടി. ആദ്യമായിട്ട് ഇന്ത്യ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത് വോൾഗോഗ്രാഡ്, റഷ്യയിൽ നിന്നാണ്. സോ അത് 1979 ഭാസ്കര നമ്മൾ വിക്ഷേപിക്കുന്നത് കേട്ടോ. 1975 ആര്യഭട്ട, 79 ഭാസ്കര. ഓക്കെ അല്ലെ? സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന പോലെ തന്നെ ഭാസ്കര 2 ലോഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ തന്നെയാണ്? ഈ സോവിയറ്റ് യൂണിയൻ വോൾഗോഗ്രാഡിൽ തന്നെയാണ് ഭാസ്കര 2 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 1981 ഇനി ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് ഫ്രം ഇന്ത്യ, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇസ് രോഹിണി. അപ്പോൾ അറിയുക, 1980 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്, സ്വന്തമായിട്ട് ഇന്ത്യയിൽ നമ്മളൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. ദാറ്റ് ഇസ് എന്ത്? രോഹിണി. പ്രത്യേകം ഓർത്തിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, രോഹിണി എന്ന് പഠിക്കുമ്പോൾ 6 ഇങ്ങനെ എഴുതുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 കിട്ടിയില്ലേ? ഓയും കൂടെ എഴുതുമ്പോൾ 80 ആയോ? നമുക്ക് ഓൾമോസ്റ്റ് സെയിം അല്ലേ? അപ്പൊ 1980 രോഹിണി നമ്മൾ ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, 1980 ജൂലൈ 18. തൽക്കാലം നിങ്ങൾ 1980 എങ്കിലും ഓർത്തിരിക്കുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ് എ, ദാറ്റ് ഇസ് എന്ത്? ആര്യഭട്ട. 2 ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ സാറ്റലൈറ്റ് ഭാസ്കര. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ നിന്നല്ല ഇത് രണ്ടും വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ 2 സാറ്റലൈറ്റ് എവിടെ നിന്നായിരുന്നു? വോൾഗോഗ്രാഡ്, റഷ്യ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് അത് 1980 നമ്മൾ കണക്ട് ചെയ്യാൻ പറഞ്ഞു, രോഹിണി. രോഹിണി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. രോഹിണിയാണ് വിക്ഷേപിക്കുന്ന വർഷം 1980 ഇല്ലേ? ഇനി പ്രത്യേകം ഓർത്തിരിക്കുക, രോഹിണി വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് SLV-3 പ്രത്യേകം ഓർത്തിരിക്കുക. ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ എന്താണ് ഇൻഡിജീനസ് റോക്കറ്റിന്റെ പേരാണ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ നമ്പർ 3, ദാറ്റ് ഇസ് SLV-3. ക്ലിയർ ആണ്. ഇത് പിന്നീട് PSLV ആയി മാറുകയും അതിൽ നിന്ന് GSLV ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. അടുത്തത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ് GSLV ഫുൾ ഫോം. സോ പോളാർ, മറ്റത് ജിയോ സിങ്ക്രണസ്. ഓക്കെ അല്ലെ? P for പോളാർ ആൻഡ് G for ജിയോ സിങ്ക്രണസ്. ബാക്കി SLV സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ക്ലിയർ ആണ്? യെസ്. ഇനി പ്രോജക്ട് ഡയറക്ടർ ഓഫ് രോഹിണി ഇസ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് രോഹിണി, അതിന്റെ പ്രോജക്ട് ഡയറക്ടർ APJ അബ്ദുൽ കലാം തന്നെയായിരുന്നു. ക്ലിയർ ആണ്? സോ ദ ഫസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇസ് ആപ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കുക. അഗൈൻ ഇന്ത്യ എന്നുള്ള ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിട്ടുള്ളത് ആപ്പിൾ ആണ്. ആപ്പിളിന്റെ ഫുൾ ഫോം ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ക്ലിയർ ആണ്? അതാണ് ആപ്പിളിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ബിൽറ്റ് ബൈ ISROയും എന്ത് തന്നെ? ആപ്പിൾ. ശ്രദ്ധിച്ചേ, ഈ ജിയോ സ്റ്റേഷനറിയും പോളാറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കൂട്ടുകാരെ. ഇവിടേക്ക് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാനിപ്പോ ഭൂമി വരച്ചു, പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സാറ്റലൈറ്റുകൾ ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ. ഓക്കെ അല്ലെ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലെ? അതുപോലെ ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യും. ഇതില് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ ഭൂമിയുടെ അതേ വേഗതയിൽ ഭൂമി എന്ത് ചെയ്യും? ചുറ്റും. അപ്പൊ വിക്ഷേപണ കേന്ദ്രത്തിന്റെ മുകളിൽ തന്നെ എപ്പോഴും സാറ്റലൈറ്റ് ഉണ്ടാവും. അപ്പൊ
അപ്പൊ നിരന്തരം കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ മിക്കവാറും എല്ലാം എന്തായിരിക്കും, ജിയോ സ്റ്റേഷനറി ആയിരിക്കും. അപ്പോ ഭൂമിയുടെ അതേ വേഗതയിൽ ഭൂമിയോടൊപ്പം ചുറ്റുന്ന സാറ്റലൈറ്റുകളാണ് ജിയോ സ്റ്റേഷനറി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ പറയുന്നവർ നിങ്ങൾക്കറിയാലോ, പോൾസ് അറിയാമല്ലോ, പോൾസ് 1, 2. സോ പോൾസിനെ ബേസ് ചെയ്ത് ഇങ്ങനെ കറങ്ങുന്ന സാറ്റലൈറ്റുകളെയാണ് പോളാർ സാറ്റലൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കിട്ടിയോ? സോ അത്തരത്തിൽ ഫസ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ബിൽറ്റ് ബൈ ISRO is ആപ്പിൾ. ക്ലിയർ അല്ലേ? ആപ്പിൾ എന്നാണ് ലോഞ്ച് ചെയ്ത് ചോദിച്ചാൽ 1981 ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, ആപ്പിൾ ലോഞ്ച് ചെയ്യുന്ന ഒരിക്കൽ കൂടി യെസ് എന്നാണ് 1981. എവിടെ നിന്നാണ് ചോദിച്ചാൽ കൗറു, ഫ്രഞ്ച് ഗയാന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഏരിയൻ 1 റോക്കറ്റ് ആണെന്ന് യൂസ് ചെയ്തത്. അപ്പൊ ആപ്പിള് എന്നാണ് വിക്ഷേപിച്ചത് ചോദിച്ചാൽ 1981 കൗറു എന്ന് പറയുന്ന ഫ്രഞ്ച് ഗയാനയിലെ സ്ഥലത്തു നിന്നാണ് അത് വിക്ഷേപിക്കുന്നത്. ഏരിയൻ 1 എന്ന് പറയുന്ന റോക്കറ്റ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് IRS-1A 1988 വിക്ഷേപിച്ചു. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഖസാക്കിസ്ഥാൻ എന്നാണ് വിക്ഷേപിക്കുന്നത്. ബൈക്കനൂർ കോസ്മോഡ്രോം എന്നായിരുന്നു സെന്ററിന്റെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് IRS-1A. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടിപർപ്പസ് സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ INSAT-2A ആണ്. അത് 1992 ബിൽറ്റ് ചെയ്തു. ഇതൊക്കെ ചോദ്യങ്ങളായിരുന്നു കേട്ടോ, GK ചോദ്യങ്ങളായിരുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക, സമയമെടുത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി, ഫസ്റ്റ് മൾട്ടിപർപ്പസ് സാറ്റലൈറ്റ് ബിൽറ്റ് ബൈ ഇന്ത്യ ഇസ് INSAT-2A. അടുത്തത് ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ടു സ്റ്റഡി അബൌട്ട് ഓഷൻ ഇസ് OceanSat. വളരെ എളുപ്പത്തിൽ പഠിക്കാം. ആദ്യത്തെ മൾട്ടിപർപ്പസ് സാറ്റലൈറ്റ് INSAT-2A ആണെങ്കിൽ അത് 1992 വിക്ഷേപിച്ചു. ആദ്യമായിട്ട് ഓഷനെ കുറിച്ച് പഠിച്ചത് OceanSat 1999 അതിനെ വിക്ഷേപിക്കുന്നത്. 1999 ആദ്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത സാറ്റലൈറ്റ് ആണ് റിസാറ്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ അല്പകാലം മുമ്പ് നമ്മൾ വയനാട് ദുരന്തത്തെ കുറിച്ച് പഠിച്ചു, പ്രളയത്തെ കുറിച്ച് പഠിച്ചു. ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അല്ലെ? അത്തരത്തിലല്ലെങ്കിൽ പോലും ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ, ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ ടൈഡൽ ഇഫക്ട്സ്, അതുപോലെ തന്നെ സുനാമി, അതുപോലെ എർത്ത്ക്വേക്സ് ഒക്കെ ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റുകളെ കുറിച്ച് പഠിക്കാനായിട്ട് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്താണ് ആദ്യത്തെ റിസാറ്റ്. എന്താണ് റിസാറ്റ്? ഓക്കെ അല്ലെ? അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ നാനോ സാറ്റലൈറ്റ് ആയിരുന്നു ജുഗ്നു എന്ന് പറയുന്നത് 2011 IIT കാൺപൂർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. IIT കാൺപൂർ, പ്രത്യേകം ഓർത്തിരിക്കുക, IIT കാൺപൂർ ആണ് ജുഗ്നു എന്ന് പറയുന്ന എന്താണ് ഫസ്റ്റ് നാനോ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് സാറ്റലൈറ്റ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൻസിന് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കിയ സാറ്റലൈറ്റ് ആയിരുന്നു GSAT-7. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. GSAT-7 എന്ന് പറയുന്നത് 2013 വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ ആദ്യത്തെ ഇൻഡിജിനസ് റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് റിസാറ്റ്-1. നമ്മൾ നേരത്തെ പറഞ്ഞു റിസാറ്റിന്റെ പ്രത്യേകത ആദ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിസാറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഇൻഡിജിനസ് റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റും എന്ത് തന്നെ റിസാറ്റിന്റെ ഫുൾ ഫോം തന്നെ അതാണ്. റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് തന്നെയാണ് ഫുൾ ഫോം, അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ കാർട്ടോഗ്രഫി സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ്-1. മാപ്പുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി വിട്ട സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ്. അപ്പൊ മാപ്പുകളെ കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രഫി. സോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ത്, മാപ്പുകളെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് കാർട്ടോഗ്രഫിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ്-1. ഓക്കെ അല്ലെ? ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അതാണ് അനുസാറ്റ് എന്ന് പറയും. അണ്ണാ യൂണിവേഴ്സിറ്റി തമിഴ്നാടുമാണ് അത് ചെയ്തത്. സോ അണ്ണാ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം, അല്പകാലം മുമ്പ് പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച യൂണിവേഴ്സിറ്റിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി തമിഴ്നാടു. സോ ആ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത യൂണിവേഴ്സിറ്റിയായി മാറിയത്. ഓക്കെ അല്ലേ? ദ ഹെവിയസ്റ്റ് റോക്കറ്റ് ബിൽറ്റ് ബൈ ഇൻ ഇന്ത്യ GSLV Mark 3. പ്രത്യേകം ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് ആണ് GSLV Mark 3. സയന്റിസ്റ്റുകൾ ഇതിനൊരു വിശേഷണം നൽകിയിട്ടുണ്ട്, ബഹിരാകാശ ഗവേഷകർ ഇതിനൊരു വിശേഷണം നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റ്, ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റ് ഏതാണ്? GSLV Mark 3. ക്ലിയർ അല്ലേ? അടുത്തത് ദ ബുക്ക് റിലീസ്ഡ് ബൈ ISRO ഓൺ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഇസ് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. നല്ല പോയിന്റ് ആണ്. ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോരുത്. ഓക്കെ അല്ലേ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇത് ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ISRO പുറത്തിറക്കിയ പുസ്തകമാണ്. എന്തിനെ കുറിച്ച്? ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമുകളെ കുറിച്ചും ISROയുടെ ചരിത്രത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയ പുസ്തകമാണ്. ഒരിക്കൽ കൂടി ആ പുസ്തകത്തിന്റെ പേരെന്ന് പറഞ്ഞേ, ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. യെസ്. സോ
ISRO കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആസ്ട്രോണമി വളരെ ടഫാണെന്ന് എനിക്കറിയാം, എങ്കിലും GK ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആസ്ട്രോണമി. നമ്മൾ ഈ തന്നിരിക്കുന്ന ഇത്രയും ഏരിയകൾ മാക്സിമം നിങ്ങൾ പഠിച്ചു പോവുക. ഉറപ്പായിട്ടും പാരാമെഡിക്കൽ എക്സാംസ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാംസിനും പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള ഡാറ്റയൊക്കെ നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്തിരിക്കുകയാണ്. Hope you enjoyed. We'll see you in next video. Thank you.